നവംബർ 12-ന് ശ്രീജിത്ത് കുഞ്ഞച്ചൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ എഴുതി: എന്റെ അച്ഛൻ എന്നേക്കുമായി പോയി. ബില്ലടച്ച് അച്ഛനെ കൂടുതൽ മെച്ചപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റാൻ നോക്കിയ എനിക്ക് നോട്ട് നിരോധനം മൂലം നഷ്ടമായത് വിലപ്പെട്ട 3 മണിക്കൂറുകളാണ്. ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ നോട്ട് നിരോധനം പ്രത്യക്ഷമായും പരോക്ഷമായും 50ഓളം മരണങ്ങൾക്ക് കാരണമായി. ഒഡീഷയിലെ സംബാൽപൂരിൽ ചെറിയ നോട്ട് കയ്യിലില്ലാത്തതിനാൽ ഓട്ടോറിക്ഷ ഡ്രൈവർ യാത്ര നിഷേധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിക്കാനാവാതെ 2.5 വയസ്സുകാരൻ മരിച്ചു. ആംബുലൻസ് കിട്ടാതെയും ആശുപത്രികൾ പഴയ നോട്ട് സ്വീകരിക്കാൻ സമ്മതിക്കാതെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരണങ്ങൾ നടന്നു. ദിവസങ്ങൾ ക്യൂവിൽ നിന്നിട്ടും നോട്ട് മാറ്റാനാവാതെ ആത്മഹത്യ ചെയ്തവർ, ക്യൂവിൽ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണു മരിക്കുന്നവർ, രാവും പകലും വിശ്രമമില്ലാതെ പണിയെടുത്ത് ഹൃദയാഘാതം സംഭവിക്കുന്ന ബാങ്ക് ജീവനക്കാർ, കേരളത്തിലുമുണ്ടായി മരണങ്ങൾ. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇടമലക്കുടിയിൽ ഒരു പ്രസവിച്ച സ്ത്രീ മരിച്ചു, ഒരു കുട്ടി മരിച്ചു. 2 ദിവസം മുമ്പ് അട്ടപ്പാടിയിൽ ഈ മതിയായ ചികിത്സ കിട്ടാതെ കിട്ടി. ഇതൊക്കെ ഈ മോഡിയുടെ നയത്തിന്റെ ഫലമാണോ? ഈ പണം ഉണ്ടായിട്ടും ഈ തരത്തിൽ തന്നെ മരിക്കണം എന്ന ഈ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ എന്നേക്കുമായി ഈ രാജ്യം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് അല്പം ഒരു റിസ്ക് എടുത്ത ഒരു സ്വന്തം അച്ഛൻ മരിക്കുമ്പോൾ ഇത്തരത്തിൽ മനുഷ്യരുടെ മുഖത്ത് സ്വന്തമാണെങ്കിൽ എനിക്ക് വിഷമം വരും. ഞാൻ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ബന്ദ് നടത്തിയപ്പോൾ എത്ര പേര് മരിച്ചിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും ബന്ദ് നടത്തിയിട്ടുള്ള പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് BJP. പാർട്ടികൾ നിലപാടെടുക്കുമ്പോൾ ആളുകൾ മരിക്കുമ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും എന്തുകൊണ്ട് മരിക്കുമ്പോൾ ഇതുകൊണ്ടാണെന്ന് വരുത്തരുത്. ബ്ലാക്ക് മണി ഉണ്ട് എന്നുള്ള അറിയാം. ഇതൊരു ചേംബറിൽ കൂടെ കയറി പുറത്തു പോകണമെന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇങ്ങനെ മാത്രമേ ചെയ്യാൻ ഉദ്ദേശം. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നാളെയും ഇതേ റൂട്ട് തുറന്നു കിടക്കുക തുറക്കൂല. അന്നാണ് കട്ട് അപ്ഡേറ്റ് വെച്ചത്. 8-ാം തീയതി 9-ാം തീയതിയൊക്കെ കുറച്ചൊക്കെ പൈസ ATM-കളിൽ ഉണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ രാത്രി 10 മണിക്ക് ശേഷം ഇവിടെ ഒരു 15 ATM-ൽ പോയി. ഒരു 100 രൂപ പോലും കിട്ടാനില്ല. വഞ്ചൂർ ATM-ൽ ആളില്ല, ഞാൻ എടുത്തു തരാം പൈസ. ഞാൻ ഞാൻ നിങ്ങൾ വന്നാൽ വഞ്ചൂർ എടുത്തു തരാം. എല്ലാവരും SBI മാത്രമേ നോക്കുന്നുള്ളൂ, മറ്റു ബാങ്കുകളിലെ ATM-ലേക്ക് പോകാൻ. ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല താങ്കൾ പോയെടുത്തത് സംബന്ധിച്ച് അത് അങ്ങനെയായിരിക്കും. ഇത് കേരളത്തിന്റെ തലസ്ഥാനത്ത് ഈ പറയുന്ന സ്റ്റാച്യു, ഈ പറയുന്ന പാളയം, ഈ വഞ്ചിയൂര്, പിന്നെ പാറ്റൂര്, ജനറൽ ആശുപത്രി, ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വിത്തിൻ മണിക്കൂറുകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി. ഞാൻ ചോദിച്ചിട്ട്, മീൻ വിൽക്കാൻ വരുന്ന മീൻകാരി നാളെ എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത്? സ്വൈപ്പിംഗ് മെഷീനുമായിട്ട് വരുമോ? ഡോക്ടർ തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ പ്രശ്നം ഉണ്ടാകും, കെയോസ് ഉണ്ടാകും ഇൻഡസ്ട്രിയിൽ. ഇത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ചില ബിസിനസ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സീ ഫുഡ് എക്സ്പോർട്ടിങ് ബിസിനസ്സാണ്. കടപ്പുറത്ത് ലേലം വിളിച്ചാൽ അവിടെ കാശ് കൊടുത്ത കച്ചവടം ചെയ്യില്ലേ? എങ്ങനെ ഇപ്പം കച്ചവടം നടക്കും? കൂട്ടി നടക്കത്തില്ല. നിങ്ങൾക്ക് നിന്ന് പോവാം, ബാക്കിയുള്ളവരെന്ത് ചെയ്യും? അത് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ഇവിടെ എന്താണ്, ഈ ക്രോക്കഡൈലിനെ പിടിക്കാൻ വേണ്ടി കുളം പറ്റിച്ചു. ക്രോക്കഡൈൽ കരയിലും ജീവിക്കും, വെള്ളത്തിലും ജീവിക്കും, അതങ്ങ് രക്ഷപ്പെട്ടു. ചെറുമീൻ, വെള്ളത്തിൽ കിടക്കുന്ന ചെറുമീനുണ്ടല്ലോ, അത് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. വൻകിടക്കാർക്ക് ഒരു പ്രശ്നമില്ല, അവരുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ സ്രോതസ്സിൻ്റെ ഒരു അംശം പോയിക്കോട്ടെ, അവർ ദേ വിൽ സർവൈവ്. ഒരു കാര്യം ചോദിച്ചു, സാധാരണ മനുഷ്യരുടെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ വലിയ അരാജകത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 96 വയസ്സായ ഒരു അമ്മ പോയിട്ട് ATM-ൽ ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എൻ്റെ പപ്പേട്ട, നമുക്കൊക്കെ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വീട്ടിലിരുത്തി നമ്മൾ പോയി ഈ 4000 രൂപ വാങ്ങും. മോദി എന്ന് പറയുന്ന ഒറ്റ മകനല്ല, 6 മക്കൾ അവർക്ക് വേറെയുണ്ട്. ക്യൂവിൽ പോയി നിന്ന് ആ അമ്മയ്ക്ക് ഒരു 4000 രൂപ കൊടുക്കാൻ ഈ ഒരൊറ്റ മക്കളില്ലാതായി പോയോ? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച്, രാഹുൽ ഗാന്ധിയുടെ നിൽപ്പിനെ വളരെ പരിഹസിച്ച് ചെയ്യുന്നത്. 46 വയസ്സുള്ള ആ യുവാവെന്ന് ഞാൻ പറയില്ല, 46 വയസ്സുള്ള ആളിനെ ഇന്ന് വരെ ATM-ന്റെ പടിയോ ബാങ്കോ കാണാതെ ഈ സമയത്ത് 4000 രൂപയ്ക്ക് വേണ്ടി ബാങ്കിൽ ചെന്ന് ഷോ കാണിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ്, ഞാൻ പറഞ്ഞോട്ടെ, അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നരേന്ദ്രമോദിയുടെ അമ്മ, പ്രധാനമന്ത്രിയുടെ അമ്മ എന്നുള്ള നിലയിൽ ഒരു സൗകര്യവും സൗജന്യവും ഇന്നുവരെ എടുത്തിട്ടില്ല. ഒരു സ്റ്റേറ്റ് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയായ മകനല്ലാതെ ആ അമ്മയ്ക്കുള്ള മറ്റ് 5 മക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ 4000 രൂപ കൂടി അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ ഭംഗിയായി ബാങ്കിൽ നിന്ന് എടുക്കാൻ പോയി എന്നുള്ള സത്യം തന്നെ. അതിന് ഷോ ആണെന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഒരു സൗജന്യവും ഗവൺമെന്റിന് പറ്റിയിട്ടില്ല.